നമസ്കാരം. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI നടത്തുന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് വിദഗ്ധരായ പ്രതികൾ വളരെ ആസൂത്രിതമായ രീതികളിലൂടെയാണ് ചോദ്യങ്ങൾ ചോർത്തിയതെന്ന് CBI കണ്ടെത്തി. ചോദ്യപേപ്പർ വിവിധ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഘട്ടത്തിലാണ് ഈ വലിയ ചോർച്ച നടന്നത്. കേസിൽ അറസ്റ്റിലായ കെമിസ്ട്രി പ്രൊഫസർ കുൽക്കർണി ഉൾപ്പെടെയുള്ള പ്രതികൾ അതീവ തന്ത്രപരമായിട്ടാണ് ചോദ്യങ്ങൾ കേന്ദ്രത്തിന് പുറത്തെത്തിച്ചത്. ചോദ്യപേപ്പറിലെ കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങൾ പ്രൊഫസർ കുൽക്കർണി ചെറിയ കടലാസ് കഷ്ണങ്ങളിൽ സൂക്ഷ്മമായി കുറിച്ചെടുത്ത് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. ഏകദേശം 147 ചോദ്യ സെറ്റുകളാണ് ഇത്തരത്തിൽ കടത്തിയതെന്ന് CBI അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മറ്റു ചില പ്രതികൾ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ കേവലം ഓർമ്മശക്തി ഉപയോഗിച്ച് മനഃപ്പാടമാക്കിയാണ് പുറത്തെത്തിച്ചത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും രഹസ്യമായി പുറത്തു കടന്ന പ്രതികൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ മുറിയിലെത്തുകയും തുടർന്ന് മനഃപ്പാടമാക്കിയ ചോദ്യങ്ങൾ കടലാസുകളിൽ പകർത്തി എഴുതുകയുമായിരുന്നു. സംഘത്തിലെ മറ്റൊരു പ്രതി പാഠപുസ്തകങ്ങളിൽ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഖണ്ഡികകൾ നേരിട്ട് അടയാളപ്പെടുത്തി ഉത്തരങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനും വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിനും നിയോഗിക്കപ്പെട്ട പ്രിന്റിംഗ് പ്രസ്സുകളിലും അനുബന്ധ കേന്ദ്രങ്ങളിലുമാണ് ഈ ആസൂത്രിത ചോർച്ച നടന്നത്. ചോദ്യങ്ങൾ ചോർത്തി മിനിറ്റുകൾക്കകം ഇവ പ്രത്യേക സംഘങ്ങൾക്ക് കൈമാറുകയും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് മറിച്ചു വിൽക്കുകയുമായിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളാണ് ഈ വലിയ ചോർച്ചയ്ക്ക് വഴിവെച്ചതെന്ന് CBI ചൂണ്ടിക്കാട്ടുന്നു. സുരക്ഷ ഉറപ്പാക്കേണ്ട ഇന്ത്യയുടെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രധാന ഭാഗങ്ങളിൽ CCTV ക്യാമറകൾ പോലും സ്ഥാപിച്ചിരുന്നില്ല എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു. ഈ സുരക്ഷാ വിടവ് പ്രതികൾ പരമാവധി മുതലെടുക്കുകയായിരുന്നു. രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാവി അനിശ്ചിതത്തിലാക്കിയ നീറ്റ് ചോർച്ച വിവാദം വലിയ ജനരോഷത്തിനാണ് വഴിതെളിച്ചത്. കഴിഞ്ഞ നീറ്റ് UG പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ അസാധാരണമാം വിധം ഉയർന്ന മാർക്ക് നേടി നിരവധി വിദ്യാർത്ഥികൾ ഒന്നാം റാങ്ക് പങ്കിട്ടതോടെയാണ് ക്രമക്കേടുകൾ പുറത്തറിയാൻ തുടങ്ങിയത്. ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് കോടികൾ വാങ്ങി ചോദ്യപേപ്പറും ഉത്തരങ്ങളും വിദ്യാർത്ഥികൾക്ക് ചോർത്തി നൽകിയതായി പ്രാദേശിക പോലീസ് സംഘങ്ങൾ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ഹരിയാനയിലെ ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ നിരവധി വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതും സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. വിഷയം രാജ്യവ്യാപകമായി കടുത്ത രാഷ്ട്രീയ സാമൂഹ്യ പ്രതിഷേധങ്ങൾക്ക് കാരണമായതോടെയാണ് കേസിന്റെ അന്വേഷണം കേന്ദ്ര സർക്കാർ CBIക്ക് കൈമാറിയത്. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും കേസിൽ വാദം കേൾക്കൽ നടന്നിരുന്നു. പരീക്ഷയുടെ സുതാര്യത തകർത്ത മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കേസിൽ ഇതുവരെ നിരവധി പേരാണ് CBIയുടെ പിടിയിലായത്. ലഹരി കുറ്റകൃത്യ മാഫിയകൾക്ക് സമാനമായി ഏജന്റുമാരുടെയും പരിശീലന കേന്ദ്രങ്ങളുടെയും സഹായത്തോടെയാണ് ഈ ചോർച്ചാ ശൃംഖല പ്രവർത്തിച്ചിരുന്നതെന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് ഇവർ ചോർത്തിയ ചോദ്യങ്ങൾ കൈമാറിയത്. സംഭവത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും CBI വിശദമായി അന്വേഷിച്ചു വരികയാണ്. ചോർച്ച തടയുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സ്വകാര്യ ഏജൻസികൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും. നിലവിൽ കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. അറസ്റ്റിലായ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഡിജിറ്റൽ തെളിവുകളും വിശകലനം ചെയ്തു വരികയാണ്. കേസിന്റെ ഗൗരവവും അടിയന്തര സ്വഭാവവും പരിഗണിച്ച് വരും ദിവസങ്ങളിൽ തന്നെ CBI പ്രത്യേക കോടതിയിൽ ഇടക്കാല റിപ്പോർട്ടോ പ്രാഥമിക കുറ്റപത്രമോ സമർപ്പിക്കുമെന്നാണ് വിവരങ്ങൾ. പരീക്ഷാ സംവിധാനങ്ങളെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാനും ഭാവിയിൽ ഇത്തരത്തിലുള്ള ആസൂത്രിത ചോർച്ചകൾ തടയാനുമായി ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ ഇതിനകം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ കേസിൽ പിടിയിലാകുമെന്നാണ് സൂചന.